ചെമ്പനീർപ്പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെമ്പനീർപ്പൂവിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സച്ചി സുധിയുടെ കള്ളത്തരങ്ങളെല്ലാം വീട്ടുകാർക്ക് മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തേത്. സച്ചി സുധിയുടെ കാര്യങ്ങളെല്ലാം വീട്ടിൽ അവതരിപ്പിക്കുകയാണ്. പണിയില്ലാതെ പാർക്കിൽ പോയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. വീട്ടുകാരുടെ മുമ്പിലെല്ലാം പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് സുധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. കയറി വന്ന ഉടനെ തന്നെ ഷോറൂമിലുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സുധി വലിയ പൊങ്ങച്ചത്തിൽ പറയുകയാണ് കേട്ടോ. ശ്രുതി, നിനക്ക് ഇഷ്ടപ്പെട്ട നടനാണ് കാറ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മതിയടാ നിർത്ത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. അമ്മ എന്തിനാ അവന്റെ വായ അടപ്പിക്കുന്നത്? അവൻ നല്ല സന്തോഷത്തോടു കൂടിയിട്ടല്ലേ പറയുന്നത് മൊത്തം കേൾക്കാം എന്ന് പറയണം കേട്ടോ. ശ്രുതി, അവന് ഒരു കാർ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞത് 2 കാർ എടുപ്പിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരെ എത്തിച്ചു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് മന്ത് മുതൽ എനിക്ക് സാലറി കൂടാൻ വേണ്ടി പോകുകയാണെന്നൊക്കെ പറയാണ് കേട്ടോ. ഇതൊന്നും കേട്ടിട്ട് ശ്രുതിക്ക് ഒരു സന്തോഷവും മുഖത്തില്ല. എന്താ ശ്രുതി ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ശ്രുതി മനസ്സിൽ വിചാരിക്കുന്നുണ്ടേ. തുടർന്ന് സച്ചി സുധീൻ്റെ അടുത്ത് പറയുന്നത്, നിനക്ക് ഞാൻ ഒരു കാഴ്ച കാണിച്ചു തരാം. ഇവിടെ എല്ലാവരെയും കാണിച്ചു, ഇനി നീ മാത്രമേ കാണാത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് TV ഓൺ ചെയ്യാണ് കേട്ടോ. അങ്ങനെ പാർക്ക് കാണുന്ന സമയത്ത് സുധി പറയുന്നുണ്ട്, ഇത് ഇവിടെ അടുത്തുള്ള പാർക്കല്ലേ എന്ന്. ആഹാ, അപ്പം നിനക്ക് പാർക്കാണെന്നുള്ള കാര്യം അറിയാലേ. എന്തായാലും ഇനി ബാക്കി കാണാനുള്ളതും കൂടി കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി ഭാഗങ്ങൾ സച്ചി കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അത് കണ്ടതും സുധി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ. ഇപ്പൊ സുധി, നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? എല്ലാ ദിവസവും ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോകുന്നത് പാർക്കിലല്ലേ? എല്ലാ കള്ളത്തരങ്ങളും ഞാൻ കണ്ടുപിടിച്ചടാ. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ എല്ലാം കണ്ടടാ. എല്ലാ ദിവസവും എല്ലാവരും പറ്റിച്ചിട്ട് നീ ഇവിടുന്ന് പോകുന്നത് ജോലിക്കാന്ന് പറഞ്ഞ് പാർക്കിലേക്കാണല്ലേ? തുടർന്ന് അച്ഛൻ സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? എന്തിനാ എല്ലാവരും പറ്റിച്ചിട്ട് നീ പാർക്കിൽ പോയിരിക്കുന്നത് ജോലിക്കാണെന്ന് പറഞ്ഞിട്ട്? ഇത് അച്ഛൻ പറയുന്ന സമയത്ത് നേരെ ചന്ദ്രമതിയുടെ മുഖത്തേക്കാണ് കേട്ടോ സുധി നോക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവാണ് ചന്ദ്രമതിയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് ഇത് എന്നുള്ള കാര്യം. ആഹാ, അപ്പോൾ അമ്മയ്ക്കെല്ലാം അറിയായിരുന്നു അല്ലേ? അതുകൊണ്ടായിരിക്കും രാവിലെ തന്നെ അമ്മ ചോറും കറിയൊക്കെ കൊടുത്തിട്ട് അവൻ ഇവിടുന്ന് വിടുന്നത് അല്ലേ? തുടർന്ന് രവീന്ദ്രനും ചോദിക്കുന്നുണ്ടേ ചന്ദ്രമതിയുടെ അടുത്ത്, അപ്പോൾ നിനക്ക് ഇതെല്ലാം അറിയായിരുന്നു അല്ലേ എന്നുള്ള കാര്യത്തെക്കുറിച്ച്? അറിയാമെന്ന് തലയാട്ടുകയാണ് കേട്ടോ ചന്ദ്രമതി. അന്ന് നീ ആധാരം എന്നോട് പറയാതെ കൊണ്ട് പണം വെച്ചു, ഇപ്പോ ഇതും നീ എന്നിൽ നിന്ന് മറിച്ചു. അപ്പോൾ അതുകൊണ്ടാണല്ലേ അന്ന് ഷോറൂമിലേക്ക് പോരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പല കള്ളങ്ങളും പറഞ്ഞിട്ട് നിങ്ങളെ പിടിച്ചു നിർത്തിയത്? അന്നെങ്ങാനും പോയിട്ടായിരുന്നെങ്കിൽ ഇവന്റെ കള്ളത്തരങ്ങൾ അതോടുകൂടിയിട്ട് പൊട്ടി പാളീസായേനെ. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്കാണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കാണ്. ആ വിഷമം കണ്ടിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, അന്ന് കുറച്ച് ദിവസം കാറിന്റെ കയ്യിൽ ഇല്ലാണ്ടിരുന്ന സമയത്ത് നീ എന്തൊക്കെയാ പറഞ്ഞത്? ജോലിയും കൂലിയും ഇല്ലാതെ വീട്ടിലിരിക്കുകയാണെന്നല്ലേ? ജോലിക്കാണെന്ന് പറഞ്ഞിട്ട് പാർക്കിൽ പോയി നിൽക്കുന്ന നീയല്ലേ അന്ന് എന്നെ കളിയാക്കിയത്? രേവതിക്ക് ഒരു പൂക്കട ഇട്ടുകൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നീ അത് നിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കുന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പോ നിന്റെ സ്റ്റാറ്റസ് എവിടെ പോയിടാന്നൊക്കെ പറഞ്ഞിട്ട് സുധിയുടെ മുഖത്തടിച്ചതുപോലെ പറയാണ് കേട്ടോ നമ്മുടെ സച്ചി. എല്ലാ ചോദ്യക്കും അതിൻ്റെതായ അന്തസ്സുണ്ട്, ഇപ്പോഴെങ്കിലും നീ അത് മനസ്സിലാക്കണടാ എന്ന് പറയണേ. തുടർന്ന് രേവതി പറയുന്നുണ്ട്, ശ്രുതി നിന്നോട് ചോദിക്കുന്നത് നിന്നെ നോവിക്കുന്നതിന് തുല്യാണെന്നുള്ള കാര്യം എനിക്കറിയാം, പക്ഷേ പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. നിന്റെ ഭർത്താവ് സെയിൽസിന് പോകുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല ഷർട്ടും അലക്കി തേച്ച് മിനുക്കിയിട്ടൊക്കെ പോണെന്ന് പറഞ്ഞു. അതേസമയം എന്റെ ഭർത്താവ് വെറും ഒരു ഡ്രൈവറല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നീ എന്നെ കൊച്ചാക്കിയില്ലായിരുന്നോ? ചുമ്മാ തേച്ച് മിനുക്കിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് പാർക്കിൽ പോയിരിക്കുന്ന നിന്റെ ഭർത്താവിന്റെ പാർക്കിൽ പോയിട്ട് ചുമ്മാ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന നിന്റെ ഭർത്താവിന്റെ ജോലിയുടെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞിട്ടാണ് അന്ന് നീ ആളാവാൻ നോക്കിയത്. അങ്ങനെ സച്ചിയും രേവതിയും കൂടി നല്ല കണക്കിന് കൊടുക്കാണ് കേട്ടോ സുധിക്കും അതുപോലെ ശ്രുതിക്കും. അങ്ങനെ ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കാണ് സുധിയും അതുപോലെ ശ്രുതിയും. തുടർന്ന് അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് സുധി നീ ഇങ്ങനെ ഒരു കള്ളത്തരം ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, അച്ഛാ ഇവൻ മറച്ചു വെച്ചത് എന്ന് പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഒരുപക്ഷെ അമ്മയ്ക്ക് അറിയാവുന്നത് പോലെ ശ്രുതിക്കും കാര്യങ്ങളൊക്കെ അറിയാൻ മതിയാവും. രണ്ടും കള്ളക്കൂട്ടങ്ങളാണ്. അങ്ങനെ സച്ചിയുടെ കുത്തി നോവിക്കൽ കേട്ടിട്ട് ശ്രുതിക്ക് ആകെ വിഷമമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി പോവാണ് കേട്ടോ. ബാക്കി വിശേഷങ്ങൾ കേൾക്കാനായി നമ്മൾ കമന്റ് ബോക്സിൽ യെസ് എന്ന് കമന്റ് ചെയ്യണേ. എല്ലാവർക്കും താങ്ക് യു.